വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 റുപ്പി കോയിനാണ്. മലയാളി എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നൊരു സാഹചര്യം ഒരുക്കി തന്ന ഒരു മഹത് വ്യക്തിയുടെ ഒരു പ്രതിബിംബം ഉൾക്കൊള്ളുന്ന ഒരു 5 റുപ്പി കോയിൻ. വേറെ ആരുമല്ല, നമ്മളുടെ സെയിൻറ്റ് അൽഫോൺസാമ്മ. സെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൾ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആദ്യത്തെ വ്യക്തിയല്ല ആദ്യത്തെ സ്ത്രീ എന്ന ഒരു മഹത് കൂടിയാണ് നമ്മുടെ സെയിൻറ്റ് അൽഫോൺസാമ്മ. 2008 വാഴ്ത്തപ്പെട്ടത്. സെയിൻറ്റ് അൽഫോൺസാമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ അർപ്പൂക്കരയിൽ 1910 ജനിച്ചത്. 1946 മരണമടയുകയും ചെയ്തു. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ലോകമെമ്പാടുമുള്ളവർ അറിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സെയിൻറ്റ് അൽഫോൺസാമ്മ. അപ്പോൾ സെയിൻറ്റ് അൽഫോൺസാമ്മയുടെ ബർത്ത് സെൻറ്റിനറി, അതായത് 100ാമത്തെ വർഷത്തോടനുബന്ധിച്ച് നമ്മൾ ആദരിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ ഇറക്കിയ ഒരു 5 റുപ്പി കോയിനാണ് സെയിൻറ്റ് അൽഫോൺസാമ്മ 5 റുപ്പി കോയിൻ. അപ്പം ഇതിനകത്ത് നമുക്കതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 6 ഗ്രാമോളം വരും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കൽ ബ്രാസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല, ഇതിന് 1.9 mm കട്ടി വരുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 23 mm ആണ്. ഇതിപ്പോഴും സർക്കുലേഷനിലുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ പോലെ നമുക്ക് തോന്നും. ആ ഒരു മേക്കിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത് സർക്കാർ. അപ്പം നമുക്ക് മലയാളി എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടി നമ്മളൊരു ഇന്ത്യൻ കോയിനിൽ വരാമെന്ന് പറയുന്നത് വളരെ നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ പുറമെ 1990 ഒരു ഇന്ത്യൻ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് ഒരു കേരളത്തിലെ ഒരു വ്യക്തിയുടെ ഫോട്ടോ വരുന്നത് സെയിൻറ്റ് അൽഫോൺസാമ്മയുടെയാണ്. അപ്പോൾ ഇത്രയും വിശേഷമുള്ളൊരു വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു പടം വന്ന ഒരു കോയിൻ ആയതുകൊണ്ട് തന്നെ അതെനിക്ക് എൻ്റെ കണ്ണിൽ എനിക്കൊരു റെയർ കോയിനായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കോയിനായിട്ട് തോന്നി. ഞാൻ എൻ്റെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ പലവർക്കും ഇങ്ങനത്തെ കോയിൻസ് ഇഷ്ടം പോലെ കയ്യിലുണ്ടാവും. സെയിം കോയിൻ തന്നെ ഒരുപാടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക്സ്. വീണ്ടും ഇതേപോലത്തെ ഒരുപാട് കോയിൻസ് വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.